ഒരു കമ്പനിയുടെ IPO വരുമ്പോൾ അത് വാങ്ങണോ വേണ്ടയോ അത് മനസ്സിലാക്കാൻ അവരുടെ പ്രോസ്പെക്ടസ് എങ്ങനെ വായിക്കണമെന്ന് നോക്കാം. ഇതിനെയാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് അഥവാ RHP എന്ന് പറയുന്നത്. പേര് കേട്ട് പേടിക്കേണ്ട. IPOയ്ക്ക് മുമ്പ് കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാകും. അവരുടെ ബിസിനസ്, കണക്കുകൾ, പിന്നെ റിസ്കുകളും. അപ്പോ ആരാണ് ഈ പേസ് ഡിജിറ്റെക്? എന്താണ് അവരുടെ ബിസിനസ്? സിമ്പിളായി പറഞ്ഞാൽ, ഇവർ ടെലികോം മേഖലയ്ക്കു വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷനുകൾ നൽകുന്നു. അവരുടെ വരുമാനം എവിടെ നിന്നാണെന്ന് നോക്കൂ. ഭൂരിഭാഗവും വരുന്നത് പ്രോജക്റ്റുകളിൽ നിന്നും ഉൽപ്പന്നങ്ങളിൽ നിന്നുമാണ്. ഈ IPO വഴി കിട്ടുന്ന പണം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പ്രോസ്പെക്ടസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും കമ്പനിയുടെ വളർച്ചയ്ക്കും കുറച്ച് കടം വീട്ടാനും പിന്നെ ദൈനംദിന ആവശ്യങ്ങൾക്കുമാണ് ഈ പണം. ഏതൊരു നിക്ഷേപത്തിനും അതിൻ്റേതായ റിസ്കുകളുണ്ട് അല്ലേ? RHPയിൽ അതും കൃത്യമായി പറഞ്ഞിരിക്കും. അതായത് ഇവരുടെ വരുമാനം പ്രധാനമായും കുറച്ച് വലിയ കസ്റ്റമേഴ്സിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഇതൊരു റിസ്ക്കാണ്. അതുപോലെ ഇവരുടെ നിർമ്മാണ യൂണിറ്റുകളെല്ലാം ഒരേ സ്ഥലത്താണ്, ബംഗളൂരുവിൽ. പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പിഴവ് വന്നാൽ ഓർഡറുകൾ വരെ നഷ്ടപ്പെടാം. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം വാറണ്ടി ചാർജായി കമ്പനിക്ക് ചിലവായത് ഇത്രയും രൂപയാണ്. അതായത് ഇവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ഒരുപാട് പണം ആവശ്യമാണ്. ശരി, റിസ്കുകളൊക്കെ നമ്മൾ കണ്ടു. ഇനി അവരുടെ കണക്കുകൾ നോക്കിയാലോ? കഴിഞ്ഞ 2 വർഷം കൊണ്ട് വരുമാനത്തിലൊരു വലിയ കുതിച്ചുചാട്ടം കാണാം. പക്ഷെ ഇത് തുടരുമോ? അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഒരു വശത്ത് വലിയ വളർച്ച, മറുവശത്ത് അത്ര തന്നെ റിസ്കുകളും. ഓർക്കുക, ഈ പ്രോസ്പെക്ടസ് നമുക്ക് വിവരങ്ങൾ തരും, പക്ഷേ തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോ നിങ്ങൾ എന്ത് തീരുമാനിക്കും? ഈ പ്രോസ്പെക്ടസ് മുഴുവനായി വായിക്കുന്നത് എന്തായാലും ഒരു നല്ല തുടക്കമാണ്.